ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 മാങ്ങ. അതിനെ നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ദാ ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പ് എല്ലായിടത്തേക്കും പറ്റത്തക്ക രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് അടച്ച് വെക്കാം. ഉപ്പൊക്കെ മാങ്ങയിൽ മുഴുവനായിട്ടൊന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്ന് എടുത്ത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് എരിവുള്ളതല്ല, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊരു പാനിലിട്ട് ഒന്ന് പൊടികളുടെ പച്ചമണമൊക്കെ മാറത്തക്ക രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതി, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാങ്ങയിൽ ഇതെല്ലാം ചേർത്തതിന് ശേഷം, പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലായിടത്തും ആ പൊടികൾ പറ്റത്തക്ക രീതിയിൽ നമ്മളൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ആ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകും കൂടെ ഇട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മാങ്ങയുടെ എല്ലാ വശത്തും ഈ എണ്ണയൊക്കെ ഒന്ന് പറ്റി ആ എണ്ണയുടെ ചൂട് കൊണ്ട് മാങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ബോട്ടിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു.